ചെന്നൈയിൽ മഴ ഇപ്പോൾ അധികമില്ല, മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കട തൊട്ട പുതുച്ചേരി മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. മഴയ്ക്കൊപ്പം തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ ആരംഭിച്ച കാറ്റും മഴയാണ്. ഇതുവരെ അതിന് ശമനമുണ്ടായിട്ടില്ല. ഇപ്പോഴും കാറ്റ് വീശുന്നു. കാറ്റ് 85 km/h വരെ വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് അവിടെ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഒരുവിധം അടങ്ങുന്നത് വരെ പുറത്തിറങ്ങരുത്. അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളോടൊന്നും പുറത്തു പോകരുത്, കടലിൽ പോകരുത് എന്ന നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. പുതുച്ചേരി, കടലൂർ, മഹാബലിപുരം, കാരിക്കൽ എന്നീ മേഖലകളിലാണ് ഈ കനത്ത മഴ തുടരുന്നത്. ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദമായി മാറി ഈ ചുഴലിക്കാറ്റ് തെക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവയ്ക്കുന്നത്. അതായത് പരക്കെ സൗത്ത് ഇന്ത്യയിൽ ആകെ മഴ പെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന്ധ്ര തീരം കേന്ദ്രീകരിച്ച് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്രയിൽ വൈകാതെ നല്ല കനത്ത മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അവിടെ തിരുപ്പതി, പ്രകാശം, നെല്ലൂർ തുടങ്ങിയ ജില്ലകളിലായിരിക്കും കനത്ത മഴ ലഭിക്കുക എന്ന് ഇന്നലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു. ചെന്നൈയിലെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ പൊതുവെ ശാന്തമായി തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ തോത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. വെള്ളക്കെട്ടും ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി അടച്ചിട്ട വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ കൃത്യമായി നടക്കുന്നില്ല, പക്ഷേ വിമാനത്താവളം ഓപ്പറേഷണൽ ആയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇതൊരു തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുന്നു. അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്യും, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്യും. ഒരു പ്രശ്നമുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. പക്ഷേ ശക്തമായ മഴ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ലഭിക്കും, കേരളത്തിൽ ലഭിക്കും. അതുപോലെ തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ, ജില്ലകളിലെല്ലാം തന്നെ ലഭിക്കും. മറ്റൊന്ന് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുപ്പതി, പ്രകാശം, നെല്ലൂർ, കടപ്പ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീരദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലൊക്കെ മഴ പെയ്യാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. കനത്ത മഴ തന്നെയായിരിക്കും ലഭിക്കുക. പുതുച്ചേരിയിൽ മഴ തുടരുക തന്നെയാണ്. പുതുച്ചേരി, കടലൂർ, മഹാബലിപുരം ഭാഗങ്ങളിൽ കാറ്റുമുണ്ട്. ഇത് ഇനിയും ഒരു 3 മണിക്കൂർ നേരത്തേക്കെങ്കിലും നിലനിൽക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പുലർത്തണം. ജാഗ്രതാ നിർദ്ദേശമൊന്നും തന്നെ തമിഴ്നാട്ടിലെ പോലെ പുതുച്ചേരി, അത് കേന്ദ്രഭരണ പ്രദേശമാണ്, അവിടെ പിൻവലിച്ചിട്ടില്ല. അതിന്റെ ഭാഗം തന്നെയാണ് കാരിക്കൽ എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശവും. ഈ രണ്ടിടത്തും ഒരു ജാഗ്രതാ മുന്നറിയിപ്പും പിൻവലിച്ചിട്ടില്ല. അത് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ആളുകൾ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതുച്ചേരിയിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കരക്കലിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്, പിൻവലിച്ചിട്ടില്ല. റെഡ് അലർട്ട് അവിടെയുണ്ട്. ചെന്നൈ നഗരത്തിലുള്ള റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശത്തിലും ഇളവുണ്ട് എന്നാണ് നമുക്ക് ചെന്നൈയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.